الحمد لله رب العالمين الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه بداية الهداية എന്താണ് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹുവിൻ്റെ അനേകം ഗ്രന്ഥങ്ങളിൽ വളരെ ഹ്രസ്വവും എന്നാൽ പ്രൗഢവുമായ ഒരു രചനയാണ്, കിതാബാണ് ബിദായത്തുൽ ഹിദായ. ഗസാലി ഇമാം പറഞ്ഞ വലിയ മഹാനാണ്. ലോകത്ത് മഹാനവർകളോട് കടപ്പെടാത്തവരായിട്ട് ആരാണുള്ളത്? ഷാഫിഈ മദ്ഹബുകാർക്ക് വല്ലാത്ത കടമയും ഹഖൊക്കെ ഉണ്ട്. ആരോട്? ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു. നമ്മൾ ഓതിയ ഖുലാസ അടക്കമുള്ള എല്ലാ ഷാഫിഈ ഫിഖ്ഹും ചെന്ന് ചേരിയ ഗസാലി ഇമാമിലൂടെ അങ്ങനെ പോവുകയും ചെയ്യും. വലിയ മഹാനാണ്. ഇവരെ വാപ്പ പിതാവ് ഒരു സാധാരണ മനുഷ്യനാണ്, പക്ഷെ നല്ല സൂഫിയായൊരു മനുഷ്യനെയാണ്. എല്ലാ സദസ്സിലും വെച്ച് ദ്വാരക്കും മക്കൾ ആലിമീങ്ങളാകാൻ വേണ്ടിയിട്ട്. അങ്ങനെ അള്ളാഹു 2 മക്കളെ കൊടുത്തിരുന്നു, മുഹമ്മദ്, അഹമ്മദ്. ബാപ്പ മരണപ്പെടാൻ സമയം കുറച്ച് ക്യാഷ് ഒരു നല്ല മനുഷ്യൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു പറഞ്ഞു, എൻ്റെ മക്കളെ നിങ്ങൾ നോക്കണം, ചെറിയ കുട്ടികളാണ്. അയാൾ ആ കാശൊക്കെ തീരോളം നല്ലതുപോലെ ഈ 2 മക്കളെയും നോക്കി കാശൊക്കെ തീർന്നപ്പോൾ പറഞ്ഞു, മക്കളെ ഇനി നിങ്ങൾക്ക് ഒരു നല്ല ഭക്ഷണം തരാൻ എൻ്റെ കയ്യിൽ ഒരു വഴിയില്ല. അതുകൊണ്ട് നിങ്ങൾ അനാഥ മന്ദിരം, യത്തീംഖാന, അങ്ങനെ ചെറിയൊരു കുട്ടികൾ പഠിക്കുന്ന ഒരു സ്ഥാപനം ഉണ്ട് അവിടെ, അതിന് കൊണ്ടുപോയി ചേർത്തു. അവിടുന്ന് നേരത്തിന് ഭക്ഷണമെങ്കിലും കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ ഗസാലിമ പറയുന്നുണ്ട്, അവിടെ ഞാൻ ഇൽമു പഠിക്കാൻ പോയത് പശി അടക്കാൻ വേണ്ടി, വിശപ്പ് മാറ്റാൻ വേണ്ടി പോയതാണ്. പക്ഷെ ആ ഇൽമു പഠിച്ചു വന്നപ്പോൾ അത് അല്ലാഹുവിന് മാത്രമായി തീർന്നു. വലിയ മഹാനായ ഗസാലിമ ഇതിനാണ് വലിയ മഹാനായി. ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാകുക പിന്നെ പറയാം. അപ്പോൾ ഈ കിതാബ് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ രാവിലെ മുതൽ ഉറങ്ങുന്നത് വരെ എന്തെല്ലാം കാര്യങ്ങൾ കൃത്യമായി ചെയ്യണം, അതേക്കുറിച്ച് സംസാരിക്കുന്ന കിതാബാണ്. അതനുസരിച്ച് അമൽ ചെയ്യണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അർത്ഥം നമ്മൾ പല പ്രാവശ്യം പറഞ്ഞു അല്ലേ? ബിസ്മില്ലാഹി, അള്ളാഹുവിൻ്റെ നാമം കൊണ്ട് ബറക്കത്തെടുത്തവനായി ഞാൻ ഈ കിതാബ് പാരായണം ആരംഭിക്കുന്നു. അർ റഹ്മാനി, വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും ഗുണം ചെയ്യുന്നവനായ അള്ളാഹു. അർ റഹീം, വഴിപ്പെട്ടവർക്ക് പരലോകത്ത് പ്രത്യേകം ഗുണം ചെയ്യുന്നവനായ അള്ളാഹു. ഇതൊക്കെ ഇപ്പം നമ്മൾ ചെറിയ അർത്ഥം വെക്കലാണ്. അത് മൊത്തം അങ്ങോട്ട് വിശദീകരിച്ചാൽ ബിസ്മില്ലാഹി എന്ന് പറഞ്ഞാൽ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞാൽ അത് നാല് കലിമത്താ. ബിസ്മി, അല്ലാഹ്, റഹ്മാൻ, റഹീം. മനസ്സിലായോ? അപ്പോ ശൈത്വാനിന്റെ മേലിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളായ തൻ്റെ അടിയങ്ങളെ സഹായിക്കുന്നു. അതിലേക്കുള്ള സൂചന ഉണ്ട് ഈ 4 കലിമത്തിൽ. കാരണം എന്താ? പിശാച് പറഞ്ഞു, ലആതിയന്നഹും മിൻ ബൈനി ഐദീഹിം വമിൻ ഖൽഫിഹിം വഅൻ ഐമാനിഹിം വഅൻ ശമാഇലിഹിം. മുഅ്മിനീങ്ങളുടെ വലതുഭാഗത്തിലൂടെയും ഇടതുഭാഗത്തിലൂടെയും മുമ്പിലൂടെയും പിമ്പിലൂടെയൊക്കെ ഞാൻ വരുന്നു. അപ്പൊ അല്ലാഹു അവർക്ക് ബിസ്മി നൽകി. അപ്പൊ ഈ ബിസ്മി ഒരാൾ ഇങ്ങനെ ഓതിക്കൊണ്ടിരുന്നാൽ ഈ 4 ഭാഗത്തിലൂടെയും പിശാചിന് ഉപദ്രവിക്കാൻ കഴിയില്ല. അപ്പൊ ആ 4 ഭാഗത്തേക്കുള്ള ഓരോ പ്രൊട്ടക്ഷൻ, കാവലായിട്ടാണ് ഈ 4 പദം. മനസ്സിലായോ? അതുപോലെ തന്നെ മറ്റൊന്നുണ്ട്, മുഅ്മിനീങ്ങൾ ചെയ്യുന്ന ദോഷങ്ങൾ 4 കൊലത്തിലാണ് ഉണ്ടാകുക. രഹസ്യമായിട്ട്, പരസ്യമായിട്ട്, രാത്രിയിൽ, പകലിൽ. മനസ്സിലായോ? അപ്പൊ അവർക്ക് ബിസ്മി അള്ളാഹു നൽകി 4 കലിമത്തുകളെ കൊണ്ട് 4 ഭാഗത്തുള്ള ദോഷങ്ങളും മുറക്കാൻ വേണ്ടി. ഇതിനാ ബിസ്മിക്ക് ഒരുപാട് ഖസ്വായിസുണ്ട്. ഷെയ്ഖ് അവർകൾ പറഞ്ഞു. ഷെയ്ഖ് എന്ന് പറഞ്ഞാൽ ഭാഷയിൽ 40 വയസ്സ് കഴിഞ്ഞ ആളുകൾക്കാണ് ഷെയ്ഖ് എന്നറിയാം. വയസ്സെന്നറിയില്ലേ? വയസ്സായ ആള് എന്നറിയില്ലേ? 40 വയസ്സ് കഴിഞ്ഞ ആൾക്കാണ് ഭാഷാപരമായിട്ട് ഷെയ്ഖ് എന്ന് പറയാം. പക്ഷെ സാങ്കേതികമായിട്ട് ഷെയ്ഖ് എന്ന് പറഞ്ഞാൽ വലിയ ഔന്നിത്യമുള്ള, ശ്രേഷ്ഠതകളും സ്ഥാനമാനങ്ങളൊക്കെ ഉള്ള, ബഹുമാനമുള്ള ആളുകൾക്ക് പറയുന്ന പേരാണ്. എല്ലാ ഇമാമിയങ്ങൾക്കും ഷെയ്ഖ് എന്ന് പറയില്ലേ? വലിയ അലിമീങ്ങൾക്കൊക്കെ ഷെയ്ഖുന എന്നൊക്കെ പറയില്ലേ? അപ്പൊ ഷെയ്ഖ് അവർകൾ പറഞ്ഞു. എങ്ങനെയുള്ള ഷെയ്ഖാണ്? അൽ ഇമാമു, ഇമാമായ. ഇമാമ് പറഞ്ഞാരാ? പിന്തുടരപ്പെടുന്നയാൾ. ഇമാമ് പറഞ്ഞ ആരാണ്? പിന്തുടരപ്പെടുന്നയാൾ. ആരാണ്? അനുഗമിക്കപ്പെടുന്ന ആൾ, അയാളെ പിൻപറ്റും ആൾക്കാർ. ഇപ്പൊ ഇമാമ് പറഞ്ഞാൽ നമ്മൾ ഇമാമ് പറഞ്ഞാൽ തന്നെ കാണലില്ലേ? ഇമാം മുന്നിൽ നിൽക്കുന്ന ആൾ. അൽ ആലിമു, പണ്ഡിതനായ. അൽ അല്ലാമത്തു, മഹാപണ്ഡിതനായ. ഹുജ്ജത്തുൽ ഇസ്ലാം,
ഇസ്ലാമിന്റെ പ്രമാണമായ ബറക്കത്തുൽ അനാം, സൃഷ്ടികളുടെ ഐശ്വര്യമായ അലങ്കാരമായ, അതൊക്കെ മഹാനവറുകൾക്കുള്ള സ്ഥാനപ്പേരാണ്. അതൊക്കെ ഹജ്ജത്തുൽ ഇസ്ലാം, ഇസ്ലാമിന്റെ പ്രമാണം, ബറക്കത്തുൽ അനാം. ആരാണ് ആള്? അബൂ ഹാമിദ് എന്നവർ, അതായത് മുഹമ്മദിൽ ഗസാലി തൂസി ഖദ്ദസല്ലാഹു റൂഹഹു വനവ്വറ ദരീഹഹു ആമീൻ. അതാണ് അബൂ ഹാമിദ്, അതായത് മുഹമ്മദ് എന്നവരുടെ മകനായ മുഹമ്മദ്. ആ ബാപ്പയാകുന്ന മുഹമ്മദ്, മൂപ്പരുടെ വാപ്പി മുഹമ്മദ് തന്നെയാണ്. വലിയ സുബ്ഹാന മൗലിദ് ഉണ്ട്, നമ്മളാ വലിയ മൗലിദാബിലുണ്ടാവും. അത് ഗസാലി ഇമാമിൻ്റെതാണെന്ന് ചില ആൾക്കാർ പറയലുണ്ട്. അതിന്റെ അവസാനം ഒരു ബൈത്തുണ്ട്, മനസ്സിലായോ? അള്ളാഹുവിന് ദോഷങ്ങൾ പുറത്തു തരണം. ആർക്ക്? മുഹമ്മദിന്റെ മകനായ മുഹമ്മദിനിക്ക്. അതായത് ഗസാലി ഇമാമിന്റെ പേര് മുഹമ്മദ് എന്നാണ്. മനസ്സിലായോ? അത് മൂപ്പര് എവിടെ വെച്ച് പറഞ്ഞു? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടു ഗസാലി ഇമാം. മൂസാ നബി അലൈഹിസ്സലാമിനെയും നബി തങ്ങളെയും ഇടയിൽ ഒരു സംഭാഷണം ഗസാലി ഇമാമുണ്ട്. അപ്പോ ഗസാലി ഇമാമിലേക്ക് ചൂണ്ടിയിട്ട് നബി തങ്ങൾ പറഞ്ഞു, ഇദ്ദേഹത്തെ അറിയോ? എൻ്റെ സമുദായത്തിലെ ഏറ്റവും വലിയ പണ്ഡിതനാണ്. അപ്പൊ മൂസാ നബി ചോദിച്ചു, താങ്കളെ പേര് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, മുഹമ്മദ് ബിൻ മുഹമ്മദിയ. ഞങ്ങളെ പേരല്ലേ ചോദിച്ചോളൂ, നിങ്ങളെ വാപ്പാടിയും വലിപ്പാടിയും പേര് ചോദിച്ചോ. അതിലും ഗസാലി ഇമാം തിരിച്ച്, നിങ്ങളോട് സൂറത്ത് താഹയിലില്ലേ, നിങ്ങളെ ഒമാ തിൽക ബിയമീനിക യാ മൂസ എന്നല്ലോ ചോദിച്ചു, നിങ്ങളെ വലത് കയ്യിൽ എന്താണ്? അപ്പോ ഹിയ അസ്വായ, അത് വടിയാണ് എന്ന് പറഞ്ഞ് നിർത്തിയാൽ മതി. നിങ്ങളെന്താ പറഞ്ഞത്? ഇത് വടിയാണ്, ചിലപ്പോൾ ഞാനത് കുത്തിപ്പിടിക്കും, എൻ്റെ ആടുകൾക്ക് ഞാൻ ഇലകൾ തച്ചുകൊഴിക്കും, വേറെയും കുറെ ആവശ്യങ്ങളുണ്ട്. അപ്പൊ മൂസാ നബി പറഞ്ഞു, അത് അള്ളാഹുവിനോട് സംസാരിക്കാൻ കിട്ടുന്ന ഒരു സമയമല്ലേ. അപ്പൊ നമ്മളങ്ങനെ ആ ഒരു സന്തോഷം, ആ ചാൻസ് മുതലാക്കിയിട്ട് കുറെ പറയും, ഇത് വലിയൊരു പ്രവാചകനായി നിങ്ങളോട് സംസാരിക്കാൻ കിട്ടുന്ന സമയമല്ലേ, അത് ഞാനും മുതലാക്കിയതാണ് എന്ന് ഗസാലി ഇമാം പറഞ്ഞു. അപ്പൊ നബി തങ്ങൾ പുറത്തുനിന്ന് കുറെ കൊട്ടിയുടെ അടിയടിച്ചു എന്നൊക്കെ കിതാബിൽ കാണാം. അതബ് വാരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ മഹാന ഗസാലി, ചെറിയ മഹാനല്ല. അതുകൊണ്ട് പഴയ കാലത്തൊക്കെ ദർസ് തുടങ്ങുമ്പോൾ ഒരു ബൈത്ത് ചൊല്ലും, നവ്വിർ ഇലാഹസ്സമാ ഖൽബൽ ഗരീബി കമാ നവ്വർത ഖൽബ ഇമാമിൻ നാസി ഗസാലി. കിതാബ് എന്തെങ്കിലുമൊക്കെ ഒരു അവ്യക്തത കുടുങ്ങിയാലും ഗസാലി ഇമാമിന്റെ പേര് ഒരു ഫാത്തിഹ ഓതിയാൽ മതി ഉസ്താദ് പറയലുണ്ട്. നവ്വിർ ഇലാഹസ്സമാ, ആകാശഭൂമികളിൽ ആരാധിക്കപ്പെടുന്ന അള്ളാഹുവേ, നീ പ്രകാശിപ്പിക്കണം. ഖൽബൽ ഗരീബി, അപരിചിതനായ എൻ്റെ ഹൃദയത്തെ. ഖൽബ കമാ നവ്വർത ഖൽബ ഇമാമിൻ നാസി ഗസാലി, ഇമാം ഗസാലിയുടെ ഖൽബിനെ നീ പ്രകാശിപ്പിച്ചതുപോലെ. തിരിഞ്ഞോ? അപ്പൊ മൂപ്പരെ പേര് മുഹമ്മദാണ്, ബാപ്പാടെ പേര് മുഹമ്മദ്, വല്യപ്പാടെ പേര് മുഹമ്മദ്. ഗസാലിയാണ്. ഗസാലി തൂസിലുള്ള, തൂസ് എന്ന് പറയുന്ന നാട്ടിലെ ഒരു ഗ്രാമമാണ് ഗസാൽ. അവിടേക്ക് ചേർന്നൊരു ഗസാലി. തൂസ് എന്ന് പറഞ്ഞാൽ നൈസാപൂരിലെ ഒരു നാടാണ്. ഖദ്ദസല്ലാഹു റൂഹഹു, അള്ളാഹു അവിടുത്തെ ഖബർ പരിശുദ്ധ, അവിടുത്തെ ആത്മാവിന് പരിശുദ്ധിയാകട്ടെ. വനവ്വറ ദരീഹഹു, അവിടുത്തെ ഖബർ അള്ളാഹു പ്രകാശിപ്പിക്കട്ടെ. ആമീൻ. അൽഹംദു, സർവസ്തുതിയുമാകുന്നത് ലില്ലാഹി, അള്ളാഹുവിനിക്കാകും. ഹഖ്ഖ ഹംദിഹി, അവനെ സ്തുതിക്കേണ്ട വിധം ഞാൻ സ്തുതിക്കുന്നു. ഹഖ്ഖ ഹംദിഹി പറഞ്ഞെന്താ? അവനെ സ്തുതിക്കേണ്ട വിധം ഞാൻ സ്തുതിക്കുന്നു. വസ്സലാത്തു വസ്സലാം, അല്ലാഹുവിൽ നിന്നുള്ള സ്വലാത്തും സലാമും ഉണ്ടാകട്ടെ. അലാ ഖൈരി ഖൽഖിഹി, അവന്റെ സൃഷ്ടികളിൽ നിന്നും ഏറ്റവും ഉത്തമരായവർക്കുമേൽ, അതായത് മുഹമ്മദ് നബി തങ്ങൾക്കുമേൽ. അതായത് എങ്ങനെയുള്ള നബിയാണ്? റസൂലിഹി, അള്ളാഹുവിന്റെ റസൂലായ, വഅബ്ദിഹി, അള്ളാഹുവിന്റെ അടിമയായ, വഅലാ ആലിഹി, അവിടുത്തെ കുടുംബത്തിന്റെ മേലിലും ഉണ്ടാകട്ടെ. വസ്വഹ്ബിഹി, അവിടുത്തെ അനുയായികൾക്ക് മേലും ഉണ്ടാകട്ടെ. മിൻ ബഅദിഹി, അവരുടെ പിൽക്കാലക്കാരായ അവിടുത്തെ സ്വഹാബത്തിന്റെയും അനുയായികളുടെ മേലൊക്കെ ഉണ്ടാവട്ടെ കേട്ടോ. അമ്മാ ബഅദ്, ബിസ്മി ഹംദ് സ്വലാത്ത് സലാം എന്നീ പ്രാരംഭങ്ങൾക്ക് ശേഷം ഫഅലം, അപ്പൊ നീ മനസ്സിലാക്കിക്കോ. അയ്യുഹൽ ഹരീസ്, ഓ
അലച്ചയുള്ള പഠിതാവേ, ഹരീസു എന്ന് പറഞ്ഞാൽ കഠിനാധ്വാനം ചെയ്യുന്നവനെ, അലച്ചയുള്ളവനെ, അൽ മുഖ്ബിലു മുന്നിട്ടവനായ, അലഖത്തിബാസിൽ ഇൽമ് പിടിച്ചെടുക്കുന്നതിൻ്റെ മേലിൽ, അൽ മുദ്ഹിറു പ്രകടിപ്പിക്കുന്നവനായ, മിൻ നഫ്സിഹി അവന്റെ ഹൃദയത്തിൽ നിന്നും, സുദഖർ റഗ്ബത്തി സത്യസന്ധമായ താല്പര്യത്തെ, ഇൽമു പഠിക്കാൻ സത്യസന്ധമായ താല്പര്യമുണ്ട്, വെറുതെ ഇങ്ങനെ ആളെ പൊട്ടീസാക്കാൻ വേണ്ടി വന്നിരിക്കല്ല. കഠിന ദാഹത്തെയും ഇലൈഹി, ആ അറിവിലേക്കുള്ള. എന്താ നീ മനസ്സിലാക്കേണ്ടത്? അന്നക തീർച്ചയായും നീ, ഇൻ കുൻത നീയാണെങ്കിൽ, തഖ്സിദു നീ ഉദ്ദേശിക്കുന്നവനാണെങ്കിൽ, ബി ത്വലബിൽ ഇൽമി അറിവ് തേടൽ കൊണ്ട്, അൽ മുനാഫസത മത്സര്യത്തെ, മറ്റേ മത്സരിക്കുക പറഞ്ഞാൽ ഇതുകൊണ്ട് എനിക്ക് മാത്രം മുന്നേറണം, അങ്ങനെ ഒരു ചിന്ത. അതുപോലെ തന്നെ വൽ മുബാഹാത്ത മേന്മ നടിക്കലിനെയും, വത്തഖദ്ദുമ അലൽ അഖ്റാൻ സമശീർഷരേക്കാൾ മുന്തി നിൽക്കലിനെയും, കൂടുള്ളവരെക്കാളൊക്കെ ഉഷാറാകണം എന്ന് ചിന്തിക്കലിനെയും ഒക്കെ ലക്ഷ്യവെക്കുന്നവനാണെങ്കിൽ, അതുപോലെ വസ്തിമാലത്തെ വുജൂഹിന്നാസി ജനങ്ങളുടെ മുഖങ്ങളെ ചായിപ്പിക്കലിനെയും ഇലയിക്കാൻ ഇന്നിലേക്ക്, ജനങ്ങളൊക്കെ ഇന്നൊന്ന് ശ്രദ്ധിക്കട്ടെ, ഞാൻ 2 അക്ഷരം പഠിച്ചവനാണെന്നറിയട്ടെ. എന്നാൽ അപ്പോൾ നീയാകുന്നത് സാഇൻ അധ്വാനിക്കുന്നവനാണ്, ഫി ഹദ്മി ദീനിക നിന്റെ ദീന് പൊളിച്ചു കളയുന്നതിൽ, വൈഹ്ലാക്കി നഫ്സിക നിന്റെ നഫ്സിനെ നശിപ്പിക്കുന്നതിൽ, വബൈഇ ആഖിറതിക നിന്റെ ആഖിറത്തെ വിൽക്കുന്നതിൽ, ബി ദുനിയാക നിന്റെ ദുനിയാവിന്റെ പകരത്തിൽ എന്ന് പറഞ്ഞാൽ ദുനിയാവിന് വേണ്ടി ആഖിറം വിൽക്കുക, അതൊക്കെയാണ് ഇത് ചെയ്യാൻ പോണത്. അതുകൊണ്ട് പറയട്ടെ, ഫസഫഖതുക അപ്പോൾ നിന്റെ ഈ ഇടപാട് ഖാസിറത്തുൻ പരാജയം സംഭവിച്ചതാണ്, വതിജാറത്തുക നിന്റെ കച്ചവടം ബാഹിറത്തുൻ നാശമേൽക്കുന്നതാണ്, വമുഅല്ലിമുക നിന്റെ അധ്യാപകൻ നിനക്ക് ഇൽമു പറഞ്ഞു തരുന്നവനുണ്ടല്ലോ അവൻ, മുഈനുൻ ലക നിനക്ക് സഹായം നൽകുന്ന, നിന്നെ സഹായിക്കുന്നവനാണ്, അലാ ഇസ്യാനിക നിന്റെ തെറ്റിനുമേൽ വഴികേടിത്തരത്തിനുമേലിൽ, വശരീകുൻ ലക അവൻ നിന്നോട് പങ്കായവനാണ്, ഫി ഖുസ്റാനിക നിന്റെ പരാജയത്തിന്റെ കാര്യത്തിൽ, വഹുവ ആ അധ്യാപകൻ ഉസ്താദ് കബാഇഇ സൈഫിൻ വാള് വിൽക്കുന്നവനെ പോലെയാണ്, മിൻ ഖാതിഇ ത്വരീഖിൻ ആർക്ക് വഴികൊള്ളക്കാർക്ക്, വഴി കൊള്ളടിക്കുന്ന ആൾക്കാരുണ്ടാവൂലേ, ഓൽക്ക് വാള് വിറ്റാൽ എങ്ങനെ ഉണ്ടാകുക, വാളുക്കാൻ പാടില്ല, ജോലി പോലെ ആക്രമിക്കാനാണ് വാള് പഠിക്കുന്നത്. അതേപോലെയാണ് ഇൽമു പഠിക്കൽ കൊണ്ട് ഒരിക്കലും ദുനിയാവ് ലക്ഷ്യം വെക്കാൻ പാടില്ല. മനസ്സിലായോ? ഇവിടെ ആ സ്ഥാനം കിട്ടണം, ഈ സ്ഥാനം കിട്ടണം, എനിക്ക് വലിയ ആളാവണം, പിന്നെ 4 ആൾക്കാർ ബഹുമാനിക്കണം, അങ്ങനെയൊന്നും ചിന്തിക്കാൻ പാടില്ല. കാരണം ഇൽമു പറഞ്ഞ വലിയ ബഹുമാനമുള്ള സംഗതിയാണ്. ഇൽമിനോളം ബഹുമാനമുള്ള ഒരു സംഗതി അല്ലാഹു ഉലകിൽ വേറില്ല. ആൾക്കാരിപ്പോൾ അത് വില വെക്കുന്നുണ്ടോ ഇല്ല എന്നുള്ള വേറെ കാര്യം. സംഗതി അങ്ങനെയാണ്. കമാ ഖാല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതിന് വേണ്ടി, എന്താ തങ്ങൾ പറഞ്ഞത്? തങ്ങൾ പറഞ്ഞതുപോലെ, മൻ ആരെങ്കിലും അആന സഹായിച്ചാൽ, അലാ മഅസിയത്തിൻ ഒരു തിന്മക്കുമേലിൽ, വലൗ ബി ശത്രി കലിമത്തിൻ അത് ഒരു പദത്തിന്റെ പകുതി കൊണ്ടാണെങ്കിൽ പോലും ശരി, ബുഖ്തുൽ നീ കൊല്ല്, ഓരെ കൊല്ലടാ എന്ന് പറയുന്നത് എന്ന് മാത്രം പറഞ്ഞാൽ കുറ്റക്കാരനായി. തുൽ എന്ന് പറഞ്ഞില്ല, ഉഖ് എന്ന് പറഞ്ഞു, പകുതി പറഞ്ഞില്ലേ. കാന അവനാകും ശരീക്കൻ ലഹു അവനോട് പങ്കായവനാകും ഫിഹാ മഅസിയത്തിന്റെ കാര്യത്തിൽ. അവിടെ നോട്ടെ.